ഹലോ ചിൽഡ്രൻസ്, വെൽക്കം ബാക്ക് ടു ഫൺ ലേണിംഗ് ചാനൽ. സോ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സെക്കൻഡ് പാർട്ടാണ്. ഇൻഫോടെക്കിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കുറച്ച് ഓൾഡ് ഡിവൈസിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഒരു 6 ഓൾഡ് ഡിവൈസിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചാൾസ് ബാബേജിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആരാണ് ചാൾസ് ബാബേജ് എന്നും. സോ ചാൾസ് ബാബേജ് ഈസ് ദി ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാതെ ഈ വീഡിയോ കാണുന്നവർ ഫസ്റ്റ് വീഡിയോ പോയിട്ട് കണ്ടതിന് ശേഷം സെക്കൻഡ് പാർട്ട് കേൾക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പാർട്ടിലേക്ക് കടക്കാം. ദി ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ ഇവല്യൂഷൻ ഈസ് ജനറലി ഡിവൈഡഡ് ഇൻറ്റു 5 കാറ്റഗറീസ് ആണ്. അതായത് നമ്മളെ കമ്പ്യൂട്ടറിന്റെ ഇവല്യൂഷൻ ഇല്ലേ, നമ്മളെ കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള കാര്യങ്ങൾ ജനറലി അതിൽ 5 ക്ലാസിഫിക്കേഷൻ ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം നമുക്ക് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ പറയാം. ഇപ്പം നമ്മളെ കയ്യിൽ ഒരു ബണ്ടിൽസ് ഓഫ് സ്വീറ്റ്സ് ഉണ്ട്, കുറേ മിഠായികളുണ്ട്. സോ ആ മിഠായിൻ്റെ ഉള്ളിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് മിഠായിസ് ഉണ്ട്. അതായത് സ്നിക്കേഴ്സ്, ഗാലക്സി, അങ്ങനെ കുറേ മിഠായിസ് ഉണ്ട്. അപ്പം മൊത്തത്തിൽ ഗാലക്സി ഉണ്ട്, സ്നിക്കേഴ്സ് ഉണ്ട്, ഡയറി മിൽക്ക് ഉണ്ട്, അങ്ങനെ 5 ടൈപ്പ് ഓഫ് മിഠായിസ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്തു, ഈ 5 ടൈപ്പ് ഓഫ് മിഠായിസിനെ നമ്മൾ ഒറ്റ കാറ്റഗറിയിലേക്ക് മാറ്റി. അതായത് ഗാലക്സി ഇപ്പോൾ 3 ഉണ്ടെങ്കിൽ ആ 3 ഗാലക്സിനെ വേറെ ആക്കി. അങ്ങനെ അത് മൊത്തം 5 കാറ്റഗറി ആയിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തു. അതേപോലെ ഇവിടെ എന്താണ്, കമ്പ്യൂട്ടർ ഇവല്യൂഷനെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ്റെ ടൈം പീരീഡ് എന്താണ്? ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഏത് സമയം മുതൽ ഏത് സമയം വരെയാണ് അതുണ്ടായതാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വണ്ടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1914 to 1915 വരെയാണ് അതിന് ടൈം പീരീഡ് എന്നുള്ളത്. അപ്പം ഇവിടെ ഫസ്റ്റ് അതിൻ്റെ ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഇവിടെ ഫസ്റ്റ് ജനറേഷൻ ആണ്. അപ്പം അവിടെ ഇവോൾവിങ് ഹാർഡ്വെയർ, അവിടെ യൂസ് ചെയ്തിട്ടുള്ള ഹാർഡ്വെയർ എന്താണ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഹാർഡ്വെയറിനെയാണ് ഇവോൾവിങ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് വാക്വം ട്യൂബാണ്. വാക്വം ട്യൂബ് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഫസ്റ്റ് ജനറേഷൻ ഉണ്ടാകുന്നത്. അപ്പം നമുക്കിവിടെ ഫസ്റ്റ് ജനറേഷനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം നമുക്ക് സെക്കൻഡ് ജനറേഷനിലേക്ക് പോവാം. ഓക്കെ, ദി ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ദി 1914 to 1915 ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈം പീരീഡ് എന്ന് പറയുന്നത് 1914 to 1915 ആണെന്ന്. The main electronic component used in the computers of the 1914 to 1915 era were the vacuum tubes. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ മെയിൻലി യൂസ് ചെയ്തിട്ടുള്ള ഹാർഡ്വെയർ എന്ന് പറയുന്നത് വാക്വം ട്യൂബാണ്. നമ്മൾ നേരത്തെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ മെയിൻലി യൂസ് ചെയ്തിട്ടുള്ള ട്യൂബ് എന്ന് പറയുന്നത് വാക്വം ട്യൂബാണ്. നമുക്കിവിടെ വാക്വം ട്യൂബിന്റെ ഇമേജ് ടെക്സ്റ്റ് ബുക്ക് തന്നെ തന്നിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 10 നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇതാണ് വാക്വം ട്യൂബ് എന്ന് പറയുന്നത്. ഒരു എന്താണ്, ഒരു ഗ്ലാസ് ടൈപ്പിൽ ഒരു ട്യൂബ്. ആ ട്യൂബിൻ്റെ ഉള്ളിൽ കുറേ കുഞ്ഞു ഇലക്ട്രോണിക് ആയിട്ടുള്ള വയേഴ്സും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉള്ളതിനെയാണ് നമ്മൾ വാക്വം ട്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, the main memory storing unit were magnetic taps and magnetic drums. അപ്പം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ മാഗ്നറ്റിക് ടാപ്പ് ആൻഡ് മാഗ്നറ്റിക് ഡ്രംസ് എന്ന് പറയുന്നത്, ഇമാജിൻ എ ടാപ്പ് റോൾ ലൈക്ക് ദി വൺ യൂസ്ഡ് ഇൻ ദി ഓൾഡ് മ്യൂസിക് പ്ലെയേഴ്സ്. അതായത് ഇപ്പം നമുക്ക് എന്താ പറയാം, ഈ നമ്മളെ ഓൾഡ് മ്യൂസിക് പ്ലെയേഴ്സ് കണ്ടിട്ടുള്ള ആൾക്ക് മനസ്സിലാവും. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അതിന് ഇമാജ് സൈഡിൽ കൊടുക്കാം. അപ്പം അതിന് നമ്മളെ അടുത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പണ്ടത്തെ ഫോട്ടോസ് നോക്കിയാലും മതി. അതാന്ന് വെച്ചാൽ ഒരു റോളിലായിരിക്കും എല്ലാ കാര്യങ്ങളും, എല്ലാ ഡാറ്റാസും ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ നമ്മളത്തെ പണ്ടത്തെ മെമ്മറീസും റിമെമ്പർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. ഇമാജിൻ എ ടാപ്പ് റോൾ ലൈക്ക് ദി വൺ യൂസ്ഡ് ഇൻ ദി ഓൾഡ് മ്യൂസിക് പ്ലെയേഴ്സ് ദാറ്റ് കമ്പ്യൂട്ടർ യൂസ് ടു റിമെമ്പർ ദി തിങ്. അത് ഭയങ്കര സ്ലോ ആണ്. ഇപ്പം ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ മാഗ്നറ്റിക് ടാപ്പ് ആൻഡ് മാഗ്നറ്റിക് ഡ്രംസ് എന്ന് പറയുന്നത് ഭയങ്കര സ്ലോ ആണ്. പിന്നെ അതേപോലെ കൂടുതൽ ഡാറ്റയൊന്നും ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് കുഡ് നോട്ട് ഹോൾഡ് മച്ച് ഡാറ്റ എന്ന് പറയുന്നുണ്ട് അതിൽ. പിന്നെ പറയുന്നത് ദി മെഷീൻ ലാംഗ്വേജ് വാസ് യൂസ്ഡ് ആസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതായത് ഹി ഡസൻ സ്പീക്ക് ഇംഗ്ലീഷ് ഓർ മലയാളം. ഇവിടെ നമ്മൾ പറയുന്നത്, നമ്മൾ ഈ മെഷീൻ അല്ലെങ്കിൽ വാക്വം ട്യൂബ്, ഈ ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം എന്നല്ല സംസാരിക്കാറ്. ഹി ഓൾവേസ് സ്പോക്ക് ഇൻ എ മെഷീൻ ലാംഗ്വേജ്. നമുക്കിപ്പം
ഇപ്പം നമ്മളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മലയാളം പറയും, ഇംഗ്ലീഷിൽ സംസാരിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. ഇപ്പോൾ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സംസാരിക്കുമല്ലോ. പക്ഷേ മെഷീൻ എപ്പോഴും, കമ്പ്യൂട്ടേഴ്സ് എപ്പോഴും മെഷീൻ ലാംഗ്വേജ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതൊരു സ്പെഷ്യൽ ലാംഗ്വേജ് ആണ്, സീറോസ് ആൻഡ് വൺസ്. അതൊരു സ്പെഷ്യൽ ലാംഗ്വേജ്. ആ ഒരു മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നതിന് നമ്മൾ നോർമലി പറയുന്നത് ബൈനറി ലാംഗ്വേജ് എന്നാണ്. ബൈനറി ലാംഗ്വേജിൽ വെറും 2 ക്യാരക്ടേഴ്സേ ഉണ്ടാവുള്ളൂ. ഇപ്പം നമുക്ക് ഇംഗ്ലീഷ് ആൽഫബറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 26 ലെറ്റേഴ്സ് ഉണ്ട്, A to Z വരെ 26 ലെറ്റേഴ്സ് ഉണ്ട്. പക്ഷെ ബൈനറി ലാംഗ്വേജിൽ ആകെ 2 ലെറ്റേഴ്സേ ഉള്ളൂ. ഒന്ന് 0 ആയിരിക്കും, മറ്റേത് 1 ആയിരിക്കും. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ചിട്ട് അവരത് എന്താക്കും, കൺവേർട്ട് ചെയ്യും. ഇപ്പം നമ്മൾ കമ്പ്യൂട്ടറിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ ഒരു പേര് ടൈപ്പ് ചെയ്യാണ്. അപ്പൊ ആ നമ്മൾ കൊടുക്കുന്നത് വരെ അത് ഇംഗ്ലീഷ് ആയിരിക്കുള്ളൂ. വൺസ് ലൈക്ക് ആ കമ്പ്യൂട്ടറിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ അത് ബൈനറി ലാംഗ്വേജിലേക്ക് അത് കൺവേർട്ട് ചെയ്തിട്ട് സിസ്റ്റത്തിന് കിട്ടുന്നത് ബൈനറി ലാംഗ്വേജിലായിരിക്കും. അതായത് സീറോസ് ആൻഡ് വൺസ് ആയിട്ടാണ് അന്ന് കിട്ടുന്നത്. ഓക്കെ, പിന്നെ പറയുന്നതെന്ന് വെച്ചാല് the size used to be very large which could take up the entire rooms and the speed was very low. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഭയങ്കര നമ്മളൊരു വലിയൊരു റൂം വരെ അത് കവർ ചെയ്യും, അത്രയും സ്പേസ് അത് എടുക്കും. പിന്നെ അത് കാരണം തന്നെ അത് ഭയങ്കര സ്ലോ ആയിരിക്കും, അതിന്റെ വർക്കിംഗ് ഒക്കെ ഭയങ്കര സ്ലോ ആയിരിക്കും. The only input or output devices were the paper, tape and the punched cards. അതായത് ഇതെന്താണ് പറയുന്നത് വെച്ചെങ്കിൽ അവര് ഈ പീപ്പിൾസ് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പേപ്പർ ടേപ്സും അതേപോലെ പഞ്ച് കാർഡ്സും ആണ് യൂസ് ചെയ്യുന്നത്. ദേ വുഡ് മേക്ക് ഹോൾസ് ഇൻ ദി പേപ്പർ കാർഡ്സ്. പേപ്പർ കാർഡ്സിൽ അവരെന്ത് ചെയ്യും, ഹോൾസ് ഉണ്ടാക്കും. നമ്മൾ ഈ സൂചിനെ കൊണ്ടൊക്കെ ഒരു പേപ്പറിൽ ഇങ്ങനെ ഹോൾസ് ഉണ്ടാക്കത്തില്ലേ, അതേപോലെ പേപ്പർ കാർഡ്സിൽ അവരെന്താക്കും, ഹോൾസ് ഉണ്ടാക്കും. ആൻഡ് എന്താക്കും, പിന്നെ അതവരുണ്ടാക്കും, ആ മെഷീൻ എന്ത് ചെയ്യും, റീഡ് ചെയ്യും. ആ മെഷീൻ അത് റീഡ് ചെയ്യും ലൈക്ക് എ സീക്രട്ട് മെസ്സേജ്. ഇപ്പൊ നമുക്കിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവില്ല. ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എഴുതാനും വായിക്കാനുള്ള ഒരു സിസ്റ്റമാണ് ആക്ച്വലി ഈ പഞ്ചിങ് എന്ന് പറയുന്നത്. അതായത് ഒരു പേപ്പറിൽ അവരൊരു സൂചി എടുത്തിട്ട് അവരുടേതായ ഒരു മെത്തേഡിൽ അവരത് ഡോട്ട് ഇടും. അപ്പം അത് ഡോട്ട് ഇടുന്ന ടൈമിൽ ഇതിപ്പം കണ്ണ് കാണാത്ത ആളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് തൊടുമ്പോൾ മനസ്സിലാവും. അതിങ്ങനെ തൊടുമ്പോൾ അവർക്ക് എന്താ എഴുതിയിട്ടുള്ള എന്താ ലെറ്റർ എന്ന് മനസ്സിലാവും. അതേപോലെയാണ് ഈ ഒരു ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സും അങ്ങനെയാണ് അവർ മെസ്സേജ് പാസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് കീബോർഡ്സ് ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ലാപ്ടോപ്പിൽ നമുക്ക് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി കീബോർഡ്സ് ഉണ്ടായിട്ടില്ല, മൗസ് ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഹോൾസ് ഇൻ ദി പേപ്പേഴ്സിന്റെ ഉള്ളിൽ ഹോൾസ് വെച്ചിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. Around 100 different vacuum tubes were used in order to produce the computers ആണ്. നമ്മളിവിടെ 100ൽ കൂടുതൽ വാക്യൂം ട്യൂബ്സ് യൂസ് ചെയ്യുന്നുണ്ട് കമ്പ്യൂട്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ഇനിയാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്. ഇനിയാക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇതിന് മുന്നേ ഇനിയാക്ക് എന്താണെന്ന് പരിചയപ്പെട്ടതായിരുന്നു. ഇനിയാക്കിന്റെ ഫുൾ ഫോം എന്താണ്? ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ആണ് അതിന്റെ ഇനിയാക്കിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് IBM 701 അതേപോലെ IBM 650 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് നമുക്ക് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫൺ റൈമിംഗ് സോങ്ങിലൂടെ നമുക്കത് പരിചയപ്പെടാം. Old Grandpa computer, big and slow, with vacuum tubes that made him glow. He used punch cards, not a screen. Big as rooms, not neat and clean. Machine language was all he knew. Univac and ENIAC too. Okay, ഇനി നമുക്ക് സെക്കൻഡ് നോക്കാം. സെക്കൻഡ് എന്ന് പറയുന്നത് സെക്കൻഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ്. സോ നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിന് നമുക്ക് ഗ്രാൻഡ് പാ കമ്പ്യൂട്ടർ എന്ന് പറയാം. സോ ഗ്രാൻഡ് പാ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പാരൻസ് കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അങ്ങനെ മനസ്സിലാക്കി കൊടുക്കാം. ഗ്രാൻഡ് പാ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കി കൊടുക്കാം. അപ്പോൾ സെക്കൻഡ് ജനറേഷൻ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? സെക്കൻഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ 1915 to 1916 ടൈം പീരീഡ് കൊടുത്തിട്ടുള്ളതെന്ന് ഇവിടെ പറയുന്നുണ്ട്. ആഫ്റ്റർ ഗ്രാൻഡ് പാസ് കമ്പ്യൂട്ടർ എ ന്യൂ റോബോട്ട് ചൈൽഡ് വാസ് ബ്രോൺ. ഈ ഗ്രാൻഡ് പാ കമ്പ്യൂട്ടറിന് ശേഷം ഒരു പുതിയ റോബോട്ട് കുട്ടി എന്ത് ചെയ്തു? ചൈൽഡ് ബേർത്ത് എടുത്തിട്ട് വന്നു. ഹി വാസ് സ്മോളർ, സ്മാർട്ടർ ആൻഡ് ഡിഡ്ന്റ് ഗെറ്റ് ഹോട്ട് ലൈക്ക് ഗ്രാൻഡ് പാ. അതെന്താണ്? ഭയങ്കര ബുദ്ധിമാനായിരുന്നു, അതേപോലെ ഭയങ്കര ചെറുതായിരുന്നു. നമ്മൾ പറഞ്ഞല്ലോ ഗ്രാൻഡ് പാ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഗ്രാൻഡ് പാ നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത് ആക്ച്വലി
ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിനെയാണ്. അപ്പോൾ ഇവിടുത്തെ ഗ്രാൻഡ്പനെ പോലെ, നേരത്തെ ഗ്രാൻഡ്പനെ പോലെ ഒരു റൂം ഫുള്ള് ഫില്ലാവത്തൊന്നുമില്ല, ഭയങ്കര എന്താണ് കൊച്ചു സാധനമാണ്, അതേപോലെ ഭയങ്കര സ്മാർട്ടുമാണ്. നമുക്ക് അതിനെന്ത് വിളിക്കാൻ പറ്റും? ലെറ്റ്സ് കോൾ ഹിം ആസ് ട്രാൻസിസ്റ്റേഴ്സ് റോബോട്ട് എന്ന് നമുക്ക് അതിനെ വിളിക്കാം. ഓക്കെ, ഇതാണ് ഇവിടെ പറയുന്നുണ്ട് ട്രാൻസിസ്റ്റേഴ്സ്. ഇവിടെ പറയുന്നുണ്ട് വേർഡ് ട്രാൻസിസ്റ്റേഴ്സ്. ഇതാണ് നമ്മളെ മെയിൻ കോമ്പോണന്റ്, ഇവിടെ യൂസ് ചെയ്യുന്ന മെയിൻ ഇലക്ട്രോണിക് കോമ്പോണന്റ് ആണ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിനെ ട്രാൻസിസ്റ്റർ റോബോട്ട് എന്ന് വിളിക്കാം. ഇനി നമുക്ക് ആദ്യം ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചതിന് ശേഷം എക്സ്പ്ലെയിനിലേക്ക് അടക്കാം, അതായിരിക്കും കുറച്ചും കൂടി ഈസി. So, the main electronic component used in the computers of the 1915 to 1916 era were the transistors. The main memory storing unit were the magnetic tap or the disk and the magnetic core. The assembly language was used as the programming language. The size were smaller as compared to those of the first generation, and they used to consume low power and generate less heat. There was an improvement in speed. The input and output devices were magnetic tap and the punched cards. Examples are IBM 1401, IBM 7094 and IBM 7090, etc. is coming. ഇനി നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഇപ്പൊ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? There were like a tiny switches inside the robot. റോബോട്ടിന്റെ ഉള്ളിലുള്ള ഒരു ടൈനി, അതായത് ടൈനി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ടൈനി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറിയ ഒരു സ്വിച്ചസ് ആണ്, സ്വിച്ചസിനെ പോലെയാണ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. ലൈക്ക് എ ടൈനി സ്വിച്ചസ് ഇൻസൈഡ് എ റോബോട്ട്. ഇതാണ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നമുക്ക് ട്രാൻസിസ്റ്റേഴ്സിന്റെ പിക്ചേഴ്സും അതേപോലെ വാക്വം ട്യൂബിന്റെ പിക്ചേഴ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുത്തപാട് ഈ പിക്ചേഴ്സ് നമ്മൾ കാണിച്ചു കൊടുക്കണം. ഓക്കെ, ഇതാണ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. ഇതേപോലെ സ്മോൾ, അത് ഭയങ്കര ചെറുതാണ്. ഡിഡിൻ ഗെറ്റ് ടു ഹോട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാക്വം ട്യൂബ് എന്ന് പറയുന്നത് വേഗം ഹോട്ട് ആവും, പക്ഷെ ട്രാൻസിസ്റ്റേഴ്സ് ഭയങ്കര ചെറുതാണ് പക്ഷെ ഹോട്ട് ആവത്തും ഇല്ല. ആൻഡ് വർക്ക് ഫാസ്റ്റ്. ഇത് വാക്വം ട്യൂബിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് വേണം നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താണ്? വാക്വം ട്യൂബ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്, ലൈക്ക് ഒരു എൻറ്റയർ റൂം ഫില്ല് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വാക്വം ട്യൂബ് ഉള്ളത്. അതേപോലെ തന്നെ അത് ഭയങ്കര ഹോട്ട്, ലൈക്ക് എന്താണ്, ഭയങ്കര ഹോട്ടാണ്. വാക്വം ട്യൂബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹോട്ടാണ്. പിന്നെ അതെന്താണ്, ഭയങ്കര സ്ലോ ആയിട്ടേ വർക്ക് ചെയ്തുള്ളൂ. ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് ആര്? ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. ഭയങ്കര സ്ലോ ആണ്. അതേപോലെ തന്നെ വേഗം ലൈക്ക് ഹീറ്റ് ആവത്തില്ല. ആൻഡ് വർക്ക് ഫാസ്റ്റർ ആണ്. ഓക്കെ, ഇനി ഹൗ ഡിഡ് ഹി റിമെമ്പർ തിങ്സ്? ഈ ട്രാൻസിസ്റ്റേഴ്സ് എങ്ങനെയാണ് കാര്യങ്ങൾ ഓർത്തു വെക്കുന്നത്? Tiny switches now in place. Robot works at faster pace. Tapes and discs to help him learn. Less heat, no more bulbs that burn. He speaks in code, not just 01. The robot's job has just begun. സോ നമുക്കിനി തേർഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ നോക്കാം. അതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1916 to 1917 വരെയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിനി ഇത് വായിച്ചിട്ട് ഇതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാവുന്നതാണ്. ടെക്സ്റ്റ് ബുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം, എന്നിട്ട് എക്സ്പ്ലനേഷനിലേക്ക് കിടക്കാം. The main electronic component used in the computers of the era 1916 to 1917 were integrated circuits, ICs. The memory storing units were the magnetic disk or tape and the large magnetic core. High-level language such as BASIC, Pascal were used as the programming language. The size were smaller and efficient, and the computer were called the mini computers. There was an improvement in the reliability and the speed as compared to the second generation of computers. The input or output devices were keyboards, magnetic tap, monitor, printer, etc. Examples are IBM 370, IBM 360, etc. നമുക്ക് ഇനി ഒരു കൊച്ചു എക്സ്പ്ലനേഷനിലേക്ക് പോവാം. Now, after the big grandpa computer and the smaller transistors robot, നമ്മളിപ്പം ഗ്രാൻഡ്പാ കമ്പ്യൂട്ടറിനെ കുറിച്ചിട്ടും പഠിച്ചു, അതേപോലെ തന്നെ ട്രാൻസിസ്റ്റർ റോബോട്ടിനെ കുറിച്ചിട്ടും പറഞ്ഞു. Now come with a new one, cooler computer child. ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്ന തേർഡ് ജനറേഷൻ എന്ന് പറയുന്നത് ഒരു മിനി കമ്പ്യൂട്ടർ കിഡായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി സോ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. ഓക്കെ, ഇവിടെ മെയിൻ ഇലക്ട്രോണിക് കോമ്പോണന്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്
ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ്. സോ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിൻ്റെ ഷോർട്ട് ഫോം ആണ് ICS എന്ന് പറയുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട് ICS. ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിൻ്റെ ഷോർട്ട് ഫോം ആണ് ICS എന്ന് പറയുന്നത്. ഇമാജിൻ പുട്ടിങ് എ ലോട്ട്സ് ഓഫ് ടൈനി സ്വിച്ചസ് ഇൻടു വൺ സ്മോൾ ചിപ്പ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ സ്വിച്ചസ് എന്ന് പറയുന്നതിനെയാണ് ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിങ്ങനെ ഒരു ഇമാജിൻ ചെയ്യാം, ഒരു സ്മോൾ ചിപ്പിനുള്ളിൽ ഒരുപാട് കുഞ്ഞു സ്വിച്ചസ് ആഡ് ചെയ്യുന്നത്. അപ്പം ആ ചിപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? IC എന്ന് വിളിക്കുന്നത്, അതായത് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്. ഒരു ചിപ്പിൻ്റെ ഉള്ളിൽ കുഞ്ഞു സ്വിച്ചസ് ആഡ് ചെയ്യുമ്പോൾ ആ ഒരു ചിപ്പിനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്. ലൈക്ക് എ ടൈനി ബ്രെയിൻ ദാറ്റ് ക്യാൻ ഡു മെനി തിങ്സ് അറ്റ് വൺസ് ആണ്. അത് ലൈക്ക് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കുഞ്ഞ് ബ്രെയിൻ ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യാം. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ലൈക്ക് മൾട്ടി ടാസ്കിങ്, അതായത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഒറ്റ ടൈമിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ആയിരിക്കുന്നുണ്ട്, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിനുണ്ട്. ഓക്കെ, ഹൗ ഡിഡ് ഹി റിമെമ്പർ തിങ്സ്? എങ്ങനെയാണ് ഈ തേർഡ് ജനറേഷൻ, അതായത് മിനി കമ്പ്യൂട്ടർ കിഡ് എങ്ങനെയാണ് കാര്യങ്ങൾ റിമെമ്പർ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹി യൂസ്ഡ് മാഗ്നറ്റിക് ഡിസ്ക് ആൻഡ് മാഗ്നറ്റിക് ടാപ്സ് ആൻഡ് ലാർജ് മാഗ്നറ്റിക് ഹോൾസ്. ഈ 3 കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഇത് നമുക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ റിമെമ്പർ ചെയ്തത്. They were better and faster than the old one. നമ്മൾ പറഞ്ഞല്ലോ ഫസ്റ്റ് വണ്ണ് സെക്കൻഡ് വണ്ണിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് വണ്ണിനേക്കാൾ കൂടുതൽ നല്ല കാര്യങ്ങളാണ് സെക്കൻഡ് വണ്ണിൽ യൂസ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ മുന്നോട്ട് പോകുന്തോറും അത് ഇംപ്രൂവ് ചെയ്തുകൊണ്ടേ നിൽക്കത്തുള്ളൂ. അതാണ് ഇവിടെയും പറയുന്നത്. They were better and faster than the old ones ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. So he could now store more and remember longer ആണ്. അതിന് ഏതൊക്കെ ലാംഗ്വേജസ് ആണ് സ്പീക്ക് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെക്കൻഡ് ജനറേഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസംബ്ലി ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ജനറേഷൻ ആണെന്നുണ്ടെങ്കിൽ ബൈനറി ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് മിനി കമ്പ്യൂട്ടർ കുഡ് നൗ അണ്ടർസ്റ്റാൻഡ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഇവിടെ യൂസ് ചെയ്യുന്നത് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്, അതായത് ബേസിക്, കൊബോൾ, അതേപോലെ പാസ്കൽ, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതിന് നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയും. അപ്പൊ ഇതാണ് നമ്മളെ തേർഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. How did the people give him work? Now we had keyboards, monitor and printer. No more punching holes in the papers. നമ്മൾ നേരത്തെ ഫസ്റ്റിലും സെക്കൻഡിലും ഒരു പേപ്പറിൽ ഹോൾസ് പഞ്ച് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ വർക്ക് കൊടുക്കുന്നതായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടാണ്. ഇവിടെ ഇപ്പൊ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ എന്താ ചെയ്തു, കീബോർഡ്സ്, മോണിറ്റർ, പ്രിന്റേഴ്സ്, മാഗ്നറ്റിക് ടാബ്സ് ഒക്കെ വന്നതുകൊണ്ട് നമ്മൾ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിന് വർക്ക് കൊടുക്കുന്നത്. നൗ വി ഹാവ് കീബോർഡ്സ്, മോണിറ്റർ ആൻഡ് പ്രിന്റർ. നോ മോർ പഞ്ചിങ് ഹോൾസ് ഇൻ ദി പേപ്പേഴ്സ് ആണ്. യു കുഡ് ടൈപ്പ് യുവർ വർക്ക്സ് ആൻഡ് സീ ഇറ്റ് ഓൺ ദി സ്ക്രീൻസ് ആണ്. ഇപ്പം നമ്മൾ നോർമലി ഇപ്പം നമ്മളുള്ള കയ്യിലുള്ള കമ്പ്യൂട്ടേഴ്സ് പോലെ നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്ന കാര്യം നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. വാസ് ഹി ബിഗ് ഓർ സ്മോൾ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹി വാസ് കോൾഡ് ദി മിനി കമ്പ്യൂട്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെ വിളിക്കുന്നത് മിനി കമ്പ്യൂട്ടർ കിഡ് എന്നാണ്. അപ്പം ഹി വാസ് കോൾഡ് എ മിനി കമ്പ്യൂട്ടർ കിഡ് ബിക്കോസ് ഹി വാസ് മച്ച് സ്മോളർ ദാൻ ദി ഓൾഡ് റോബോട്ട്. ഓൾഡ് റോബോട്ടിനേക്കാളും ഭയങ്കര ചെറുതായതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, മിനി കമ്പ്യൂട്ടർ എന്ന് വിളിക്കുന്നത്. ഹി കുഡ് ഈവൻ ഫിറ്റ് ഓൺ ദി ഡെസ്ക് ഓർ ഇൻ എ സ്മോൾ റൂം. അത് നമുക്ക് ഡെസ്കിൽ അല്ലെങ്കിൽ ഒരു ചെറിയ റൂമിൻ്റെ ഉള്ളിൽ തന്നെ അതിന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, അതിനെ ഉൾക്കൊള്ളിപ്പിക്കാൻ വേണ്ടി പറ്റും. വാസ് ഹി ഫാസ്റ്റ്? അത് ഫാസ്റ്റ് ആണോ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പം അതെ, ഇത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കും. ഹി വാസ് ഫാസ്റ്റ് ആൻഡ് മോർ റിലയബിൾ ആണ്. നമുക്കത് ഭയങ്കര ഫാസ്റ്റ് ആണ്, അതേപോലെ റിലയബിൾ ആണ്. ഹി ഡസൻറ്റ് മേക്ക് മിസ്റ്റേക്ക് ഓഫ്റ്റൺ. ഇതിലേക്ക് നമുക്ക് തെറ്റുകളൊന്നും കൂടുതൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഹി വർക്ക് സ്മൂത്ത്ലി ലൈക്ക് എ സ്മാർട്ട് കാൽക്കുലേറ്റർ. നമ്മൾ കാൽക്കുലേറ്റർ വർക്ക് ചെയ്യുന്ന പോലെ സ്മൂത്ത് ആയിട്ട് അങ്ങ് വർക്ക് ചെയ്യും. ആരും ഈ തേർഡ് ജനറേഷൻ മിനി കമ്പ്യൂട്ടർ കിഡ് വർക്ക് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് അതിന്റെ കുറച്ച് കൂൾ നെയിംസ് ഓഫ് മിനി കമ്പ്യൂട്ടേഴ്സ് നോക്കാം. അതിന്റെ എക്സാമ്പിൾ ആണ് IBM 370 ആൻഡ് IBM 360 എന്ന് പറയുന്നത്. എക്സെട്ര നമുക്ക് വേറെ കുറെ കാര്യങ്ങളും യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഈ IBM 360ഉം IBM 370 ഒക്കെ യൂസ് ചെയ്യുന്നത് സ്കൂൾസ്, ഓഫീസ്, സയൻസ് ലാബിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിനി റൈംസിലേക്ക് അടക്കാം. Mini computer small and neat, with IC brains and a typing seat. No more holes and noisy cards, just keyboard clicks and data guards.
He speaks in BASIC, talks so fast, mini computers built to last. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ദി ഫോർത്ത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് നോക്കാം. 1917 ടു പ്രസന്റ് ആണ് അതിന്റെ ടൈം പീരീഡ് വരുന്നത്. ദി മെയിൻ ഇലക്ട്രോണിക് കോമ്പോണന്റ് യൂസ്ഡ് ഇൻ ദി ഫോർത്ത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആർ മൈക്രോ പ്രോസസേഴ്സ് ആൻഡ് എ വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേറ്റർ. അപ്പൊ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് മെയിൻ ഇലക്ട്രോണിക് കോമ്പോണൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൈക്രോ പ്രോസസേഴ്സും അതേപോലെ വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷനും യൂസ് ചെയ്തിട്ടുണ്ട്. ആ വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷന്റെ ഷോർട്ട് ഫോം ആണ് VLSI എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, when the thousands of transistors are put in one chip it is called VSLI. അതായത് നമ്മളെ കയ്യിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായ ട്രാൻസിസ്റ്റേഴ്സ്, ഇതിനെയാണ് ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, സ്മോൾ സ്വിച്ചിനെ പോലത്തെ സാധനം. അപ്പൊ ഈ പറയുന്ന സാധനം ഒരു ചിപ്പിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരുപാട് ട്രാൻസിസ്റ്റേഴ്സിനെ ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, VLSI എന്ന് പറയുന്നത്, വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. Okay, next, when thousands of transistors are attached to a single microchip it is known as VLSI. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് thousands of transistors ഒരു ചിപ്പിന്റെ ഉള്ളിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ്, ഒരു മൈക്രോ ചിപ്പിന്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് അതിനെന്ത് വിളിക്കുന്നത്, വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ എന്ന് വിളിക്കുന്നത്. പിന്നെ semiconductors, memory, storage units such as RAM, ROM, etc. were introduced. നമ്മൾ RAM എന്ന് പറയുന്ന മെമ്മറീസ് മെമ്മറി സ്റ്റോറേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്, ഇത് ഫോർത്ത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. റാം എന്ന് പറയുന്നത് ഷോർട്ട് ഫോം ആണ്. അപ്പൊ അതിന്റെ ഫുൾ ഫോം എന്താണ്, റാം എന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറി ആണ്. ടെമ്പററിലി സ്റ്റോർസ് ദി പ്രോഗ്രാം ആൻഡ് ഡാറ്റ and the content are lost when the computers is shut down. അതായത് നമുക്കിപ്പോൾ അതിന് എന്തായിട്ട് കൺസിഡർ ചെയ്യാന്ന് വെച്ചാൽ, ഒരു വൈറ്റ് ബോർഡ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കാം. ഒരു വൈറ്റ് ബോർഡിൽ ഒരു ടീച്ചേഴ്സ് ഒരുപാട് കാര്യങ്ങൾ എഴുതും, നമ്മൾ അതൊക്കെ റിമെമ്പർ ചെയ്യും. ലൈക്ക് എ വൈറ്റ് ബോർഡ് ദാറ്റ് റിമെമ്പർ വൈൽ വർക്കിംഗ് ബട്ട് ഫോർഗോട്ട് എവറി വെൻ ഇറ്റ് ടേൺസ് ഓഫ്. നമ്മളിപ്പോൾ ഒരു വൈറ്റ് ബോർഡിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതാണ്, ആ എഴുതുന്ന കാര്യങ്ങളൊക്കെ ആ വൈറ്റ് ബോർഡിൽ ഉള്ള ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, ഓർക്കും. അല്ലെങ്കിൽ ഉള്ള ടൈമിൽ നമുക്ക് അതൊക്കെ മനസ്സിലാവും, അതൊക്കെ ഓർത്ത് വെക്കും. വൺസിലേക്ക് നമ്മൾ അത് മായ്ച്ച് കളയുമ്പോൾ എന്താണ്, അത് എറേസ് ചെയ്യുന്നതിലൂടെ നമ്മത് മറന്നു കളയാണ്. അതേപോലെ ഇവിടെ പറയുന്നത് ഷട്ട് ഡൗൺ ആണ്. ഷട്ട് ഡൗൺ ആയാലും ഞാനൊരു വൈറ്റ് ബോർഡായിട്ട് കമ്പയർ ചെയ്തു, അത്രേ ഉള്ളൂ. ടെമ്പററിലി സ്റ്റോഴ്സ്, അത് ടെമ്പററിലി മാത്രമാണ് സ്റ്റോർ ചെയ്യുന്നത്. ടെമ്പററിലി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവണം, ഒരു ഷോർട്ട് ടൈം പീരീഡ് ആയിരിക്കും. ടെമ്പററിലി എന്ന് പറയുമ്പോൾ കുറച്ച് ടൈമിലേക്ക് മാത്രമായിരിക്കും അത് സ്റ്റോറേജ് ചെയ്ത് വെക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കി വെക്കുന്നത്. റോം എന്ന് പറയുന്നത് റീഡ് ഓൾ മെമ്മറി എന്നാണ്. റോം എന്ന് പറയുന്നത് റീഡ് ഓൾ മെമ്മറി ആണ്. റീഡ് ഓൾ മെമ്മറി എന്ന് പറയുന്നത് ഈ റാമിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അത് പെർമനന്റ്ലി സ്റ്റോർസ് ദി ഡാറ്റ ആൻഡ് പ്രോഗ്രാംസ് ആൻഡ് ദി കണ്ടന്റ് ആർ റീറ്റെയിൻഡ് ഈവൻ ആഫ്റ്റർ ഷട്ട് ഡൗണിങ് ദി കമ്പ്യൂട്ടേഴ്സ് ആണ്. അതായത് റോം എന്ന് പറയുന്നത് ലൈക്ക് എ നോട്ട്ബുക്ക് ആണ്. ഇപ്പൊ നമ്മളൊരു നോട്ട്ബുക്കിൽ ഒരു കാര്യം എഴുതാണെന്ന് വിചാരിക്കാം, ആ ബുക്കിൽ ആ കാര്യങ്ങൾ എന്താവും, എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പൊ അത് നമ്മളിപ്പം ബുക്ക് പൂട്ടി വെച്ചിട്ട് ആ എഴുതിയ കാര്യങ്ങളൊന്നും മാഞ്ഞു പോകാൻ നിൽക്കുന്നില്ലല്ലോ. അതേപോലെയാണ് റോം എന്ന് പറയുന്നത്, പെർമനന്റ്ലി സ്റ്റോർ ചെയ്യും. നമ്മൾ എന്ത് കാര്യങ്ങൾ അതിൽ കൊടുത്തു അതൊക്കെ അതിലുണ്ടാവും. ഈവൻ നമ്മൾ ആ ഒരു ഇപ്പൊ കമ്പ്യൂട്ടറിൽ നമ്മൾ ഷട്ട് ഡൗൺ ചെയ്താലും അതൊന്നും എന്താകത്തില്ല, പോകത്തില്ല. ഇപ്പൊ നമ്മളെ ഫോണിൽ റാം ഉണ്ട്, നമ്മളെ ലാപ്പിൽ റാം ഉണ്ട്. ഇപ്പം ഫോണിൽ നമ്മൾ ഇങ്ങനെ ചോദിക്കാറില്ല 8 GB റാം ആണോ 16 GB റാം. ഇപ്പൊ നമുക്ക് 8 ഉണ്ട്, 16 ഉണ്ട്, 36 ഉണ്ട്, അങ്ങനെ ഒരുപാട് വേരിയൻസ് ഓഫ് റാംസ് ഉണ്ട് ഇവിടെ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ട്. ഇനി ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ് യൂസ് ചെയ്യുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. C, ജാവ, പൈത്തൺ, ജാവ സ്ക്രിപ്റ്റ് എല്ലാമാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഫോർത്ത് ജനറേഷനിൽ യൂസ് ചെയ്യുന്നത് ഈ ലാംഗ്വേജസ് ആണ്. ഹൗ ഡു വി ടോക്ക് ടു ഹിം? ഇവിടെ നമ്മൾ പറയുന്നത് സൈസ് ആർ സ്മോളർ ആൻഡ് സ്പീഡ് ആസ് ഇംപ്രൂവ്ഡ്. ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് ഭയങ്കര കുട്ടി സൈസ് ആണ്. ഇതാണ് മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത്. ഇതിന്റെ സൈസ് ഭയങ്കര കുട്ടിയാണ്, പക്ഷെ അതെന്ത് ചെയ്യും, ഫാസ്റ്റ് ആണ്. ഫാസ്റ്റ് ആയിട്ട് ചെയ്യും. പിന്നെ അതിന്റെ സൈസ് സ്പീഡ് എന്താണ്, ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പറയുന്നുണ്ട് ദി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് ആർ മോണിറ്റേഴ്സ്, മൗസ്, കീബോർഡ്, പ്രിന്റർ ആൻഡ് സോ ഓൺ. ഇവിടെ നമ്മൾ ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കീബോർഡ് വന്നിട്ടുണ്ട്, മൗസ് വന്നിട്ടുണ്ട്, പിന്നെ അതേപോലെ തന്നെ പ്രിന്റർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർ 1000, ആപ്പിൾ 2, IBM PC എക്സെട്ര നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് റൈംസിലേക്ക് പോവാം. Tiny chip, so fast and neat, with VLSI it can't be beat.
RAM remembers while you play, but forgets at end of day. ROM keeps secrets locked up tight, even when you say good night. ഇനി നമുക്ക് 5th ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ നോക്കാം. അതിന് ടൈം പീരീഡ് എന്ന് പറയുന്നത് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ആണ്. ഓക്കെ, അപ്പം ടൈം പീരീഡ് എന്താണ്? പ്രസന്റും ഫ്യൂച്ചർ ആണ് വരുന്നത്. ദി മെയിൻ ഇലക്ട്രോണിക് കോമ്പോണൻസ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ ദി പ്രസന്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഈസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ദി പാരലൽ പ്രോസസ്സിംഗ് മെത്തേഡ് ആൻഡ് ദി അൾട്രാ ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത്, ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള മെയിൻ ഇലക്ട്രോണിക് കോമ്പോണൻസ് എന്ന് പറയുന്നത് ഒന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്, രണ്ടാമത്തത് അൾട്രാ ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ. ഇതാണ് യൂസ് ചെയ്തിട്ടുള്ള ഇലക്ട്രോണിക് കോമ്പോണൻസ് എന്ന് പറയുന്നത്. ദി 5th ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ അണ്ടർസ്റ്റാൻഡ് ദി നാച്ചുറൽ ഹ്യൂമൻ ലാംഗ്വേജ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിന് എന്താണ്, കമ്പ്യൂട്ടേഴ്സിന് ബൈനറി ലാംഗ്വേജ് മാത്രമേ മനസ്സിലാവത്തുള്ളൂ, പിന്നെ രണ്ടാമത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മനസ്സിലാവലായി. ഇവിടെ പറയുന്നത് അപ്പോഴൊന്നും നമുക്ക് ഹ്യൂമൻ നമ്മൾ പറയുന്നത് ആ കമ്പ്യൂട്ടറിന് മനസ്സിലാവും നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ 5th ജനറേഷനിൽ അത് ഇംപ്രൂവ് ചെയ്തിട്ട് നമ്മൾ ലൈക്ക് നാച്ചുറൽ ഹ്യൂമൻസ് എന്താണോ ടോക്ക് ചെയ്യുന്നത്, അതായത് നാച്ചുറൽ ഹ്യൂമൻസ്, അതായത് നാച്ചുറൽ ആയിട്ടുള്ള മനുഷ്യന്മാർ എന്താണോ സംസാരിക്കുന്നത്, ഇപ്പൊ കുട്ടികൾ എന്താണോ സംസാരിക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള കഴിവാർക്കുണ്ട് ദി 5th ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിന് ഉണ്ട്. The speed are really fast and size are also small. അതിന്റെ സ്പീഡ് ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്, ഭയങ്കര സ്പീഡാണ്. അതേപോലെ അതിന്റെ സൈസ് എന്താണ്, ഭയങ്കര കൊച്ചു സൈസാണ് ഉള്ളത്. ദി 5th ജനറേഷൻ കമ്പ്യൂട്ടർ ആർ പോർട്ടബിൾ ആൻഡ് ഹാവ് എ ഹ്യൂജ് സ്റ്റോറേജ് കപ്പാസിറ്റി ആണ്. പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കിങ്ങനെ മടക്ക, ഇപ്പൊ ലാപ്ടോപ്പ് പോർട്ടബിൾ ആണ്, അതായത് മടക്കാൻ പറ്റും, നമുക്ക് മടക്കിയിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. നമ്മളെ ഫോണ് പോർട്ടബിൾ ആണ്, നമുക്ക് എവിടെ വേണമെങ്കിലും ക്യാരി ചെയ്യാൻ പറ്റും. അതേപോലെ അതും ഈ 5th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്താണ്, അതൊരു പോർട്ടബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ ഹ്യൂജ് സ്റ്റോറേജ് കപ്പാസിറ്റി ആണ്, ഭയങ്കര സ്റ്റോറേജ് കപ്പാസിറ്റി ആണ് ഉള്ളത്. ആൻഡ് ദി ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ആർ കീബോർഡ്, മോണിറ്റർ, ടച്ച് സ്ക്രീൻ, പെൻസ്, പ്രിന്റേഴ്സ്, ലൈറ്റ്, സ്കാനേഴ്സ് ആൻഡ് സോ ഓൺ. ഇവിടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. കീബോർഡ് ഉണ്ട്, മോണിറ്റർ ഉണ്ട്, ടച്ച് സ്ക്രീന്, പെൻസ്, പ്രിന്റേഴ്സ്, ലൈറ്റ്, സ്കാനർ, സ്കാൻ ചെയ്യുന്ന സാധനങ്ങളില്ലേ അത്, ആൻഡ് സോ ഓൺ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എക്സാമ്പിൾസ് ആർ ലാപ്ടോപ്പ് എക്സാമ്പിൾസ് ആണ്. അതേപോലെ ഡെസ്ക് ടോപ്പ് ഉണ്ട്, ടാബ്ലറ്റ്, സ്മാർട്ട് ഫോൺസ്. സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നമ്മളെ ഫോൺ, മൊബൈൽ ഫോണിനെയാണ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് എക്സാമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്കൊരു ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂസ് ചെയ്യുന്ന കോമ്പോണൻസ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതേപോലെ അൾട്രാ ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ ആണ്. അപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് മീൻസ് ലൈക്ക് എ കമ്പ്യൂട്ടർ. അതൊരു കമ്പ്യൂട്ടർ ദാറ്റ് ക്യാൻ തിങ്ക്, ടോക്ക് ആൻഡ് ആൻസർ, പ്ലേ ആൻഡ് ഈവൻ തിങ്ക് ലൈക്ക് എ പേഴ്സൺ ആണ്. ഒരു മനുഷ്യനെ പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള ഒരു അങ്ങനെ ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറിനെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. പിന്നെ ULSI എന്ന് പറയുന്നത് അൾട്രാ ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ ആണ്. മീൻസ് മില്യൺസ് ഓഫ് പാർട്ട് ആർ ഇൻസൈഡ് ടൈനി ചിപ്പ്. ഒരു ടൈനി ചിപ്പിന്റെ ഉള്ളിൽ ഒരുപാട് മില്യൺസ് എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളെക്കാൾ കൂടുതൽ കുഞ്ഞു 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 പാർട്സ് ഉണ്ടാവും. ആ ഒരു ടൈനി ചിപ്പിന്റെ ഉള്ളിൽ ഉണ്ടാവുന്നതാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതിന് നാച്ചുറൽ ഹ്യൂമൻ ലാംഗ്വേജ് മനസ്സിലാവുന്ന. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫോണിലൊക്കെ ഉള്ള അലക്സ, സിരി അതൊക്കെ നോക്കാം. ഇപ്പൊ നമ്മളെ ഫോൺ എടുത്തിട്ട് അലക്സ ഐ നീഡ് സംതിങ് അങ്ങനെ എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ അലക്സക്ക് നമ്മൾ പറയുന്ന മനസ്സിലായിട്ട് നമുക്ക് അതിന് ഇങ്ങോട്ടേക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടല്ലോ. സോ അതാണ് പറയുന്നത് നാച്ചുറൽ ലാംഗ്വേജ് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി 5th ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിന് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് റേമിങ്സിലേക്ക് പോവാം. അപ്പം ഇതാണ് AI പ്രോസസ്സർ എന്ന് പറഞ്ഞിട്ടുള്ള ഇമേജ് നമുക്ക് ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. ഇതായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്തിലേക്ക് പോവാം? Smartest robot now we see. Talks and learns just like me. AI brain and tiny size. Holds the world and tells no lies. Touch or type, or simply say, it works so fast. Hooray, hooray.